അല്ലല്ലോ ഗുയ്സ്, നമുക്കിന്നൊരു മുട്ട പൊരിച്ചാലോ? മുട്ട പൊരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളായിട്ട് വേണ്ട കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു കടായി എടുത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഇടണം. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് അതൊന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി കേട്ടോ. അത് ഒരുപാട് വഴണ്ട് പോയാലും മൂത്ത് പോയാലും ഒരു ടേസ്റ്റ് കാണില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. അതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലയുടെ ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് 2 മുട്ട, 1 2 3 അത് എത്ര വേണേലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ എണ്ണ സംഖ്യ അനുസരിച്ചിരിക്കേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കണേ. ഇപ്പം ആക്കുന്നില്ലേ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കണേ. അത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് തിരിച്ചിടുന്നതാണ് അടുത്ത ടാസ്ക്. ഒന്ന് തിരിച്ചിടണം. യെസ്, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇച്ചിരി നല്ലവരൊന്ന് വേവണമല്ലോ. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ് ഗൈസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സെറ്റാണ്. ബാച്ചിലേഴ്സിനൊക്കെ കിടുക്കനാണ്. അപ്പം ശരി, ബൈ.